ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഈശോയിലേവർക്കും കൃപയും സമാധാനവും. വെളിപാട് പുസ്തകത്തെ സംബന്ധിച്ച ആലോചനകൾ തുടരുകയാണ്. അത് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. ഓടക്കുഴൽ വായിക്കുന്നത് വലിയ ആഗ്രഹമായിരുന്നു അക്കാലത്ത്. സാധാരണഗതിയിൽ അതിനൊന്നും നിവൃത്തിയുള്ളൊരു ജീവിത സാഹചര്യമല്ല നമുക്കുള്ളത്. ഈ ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് ഒരു ഇറക്കുഴൽ കിട്ടിയപ്പോൾ അതിൽ കമ്പി പഴിപ്പിച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കി ഒരു കുഴലിന്റെ രൂപത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അതുവഴി കടന്നു പോകുന്ന അല്പം ദൂരെ താമസിക്കുന്ന ഒരു യുവാവ് എൻ്റെ ഈ ശ്രമങ്ങൾ കണ്ടുകൊണ്ട് സൈക്കിൾ നിർത്തി ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു, ഓടക്കുഴൽ വായിക്കാൻ താല്പര്യമുണ്ടോ, പഠിക്കാൻ താല്പര്യമുണ്ടോ? അദ്ദേഹത്തിന് എനിക്ക് പരിചയമുള്ളതാണ്. അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഓടക്കുഴൽ വായിക്കാൻ അറിയാമെന്നോ അദ്ദേഹം അത് പഠിപ്പിക്കുന്ന ആളാണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞെങ്കിൽ ഈ കുഴലെടുക്കണ്ട, വീട്ടിലേക്ക് വരൂ, ഞാൻ പഠിപ്പിക്കാം. ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എനിക്കൊരു ഓടക്കുഴൽ തന്നു. എന്നിട്ട് എന്നെ വായിക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ സരിഗമയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. സ്വരസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്നു, ഗീതങ്ങൾ പഠിപ്പിക്കുന്നു, വരിശകൾ പഠിപ്പിക്കുന്നു, ഗീതങ്ങൾ പഠിപ്പിക്കുന്നു, വർണ്ണങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ക്രമമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഈ പഠിപ്പിക്കുന്നതിന് ഫീസ് ഒന്നും കൊടുക്കണ്ട, പക്ഷേ നിർദ്ദേശങ്ങൾ പാലിക്കണം, നിത്യമായി അഭ്യസിക്കണം. ഒപ്പം തന്നെ സിനിമാ ഗാനങ്ങളോ ഒക്കെ ആയിട്ടുള്ള പാട്ടുകളോ ഒക്കെ ഇതിലൂടെ വായിക്കാനുള്ള ശ്രമം നടത്തരുത്. എനിക്കത് കേട്ടപ്പോൾ ഇത്തിരി അതൃപ്തി ഉണ്ടായി. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വലിയ ആഗ്രഹം ഈ സിനിമാ പാട്ടൊക്കെ വായിക്കണമെന്നാണ്. അക്കാലത്ത് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന് പറയുന്ന പാട്ടൊക്കെ പ്രസിദ്ധമായിരുന്നൊരു കാലമാണ്. അപ്പോൾ ഈ പാട്ടൊന്നും ഇതിലൂടെ വായിച്ചാൽ കൊള്ളാവുന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു അധ്യാപകൻ പറയുന്ന കാര്യം നിലയ്ക്ക് അനുസരിച്ചാണ് മുൻപോട്ട് പോയത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്തു പോയാൽ ക്രമമായല്ല അഭ്യസിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അതിൽ ആഴപ്പെടാൻ സാധിക്കില്ല. അത് ഗുണകരമായ ഒരു അഭ്യസന രീതിയല്ല. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നിഷ്ഠയോടെയാണ് ഞാൻ അഭ്യാസം തുടർന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് വെളിപാട് പുസ്തകത്തെ സംബന്ധിച്ച ആലോചനകൾ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, വെളിപാടിലെ ഈ ഭാഗം ഒന്ന് വിശദീകരിക്കോ, വെളിപാടിലെ ഈ ഭാഗത്തെക്കുറിച്ചൊന്ന് പറയോ, ഈ വചനത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പറയോ എന്ന് ചോദിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ ആരംഭിച്ചു. നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളും പലതരത്തിലുള്ള ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ടാകാം. അവയോടൊക്കെ തൽക്കാലം ശാന്തമാകാൻ പറയാം. അങ്ങനെ ഇടയ്ക്കും മുറിക്കും വെച്ചല്ല അത് നമ്മൾ അഭ്യസിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. ക്രമമായി മനസ്സിലാക്കിയാൽ മാത്രമേ വെളിപാട് ഗ്രന്ഥം നിങ്ങൾക്ക് സ്വന്തമായി വായിച്ചു മനസ്സിലാക്കാവുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റും. ഇതാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് മാത്രം അത് അംഗീകരിച്ചോ തലയാട്ടിയോ ശരിതെറ്റുകളെ കുറിച്ച് പറഞ്ഞു പോവുകയല്ല വേണ്ടത്. അപ്പൊ ക്രമമായി അത് പഠിക്കണം. അതിന്റെ ചരിത്ര പശ്ചാത്തലം, അതിൽ പറഞ്ഞ ഓരോ വാക്യങ്ങളുടെയും പുറകിലുള്ള അർത്ഥസമ്പുഷ്ടത, നിഗൂഢമായിരിക്കുന്ന രഹസ്യങ്ങൾ, ദർശനങ്ങളും വെളിപാടുകളും ഒക്കെ ആയിട്ട് വരുന്ന പ്രതീകാത്മകമായ കാര്യങ്ങൾ, അവയിലെ ബിംബങ്ങൾ, അവ അന്ന് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ, അവയെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. അങ്ങനെ അല്ലാതെ നാം അത് മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിലാക്കൽ അപൂർണമാകും. ഒരു സംശയം തീരുമ്പോൾ അടുത്ത സംശയം ജനിക്കും. സംശയങ്ങൾ ജനിക്കുന്നത് നല്ലതാണ്. പക്ഷെ ആ സംശയങ്ങളെ ദൂരീകരിക്കാൻ കഴിയുന്ന രീതിയിൽ വിശുദ്ധ ഗ്രന്ഥത്തെ വായിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ തയ്യാറാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് തെറ്റായ പ്രബോധനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റൂ. സഭയുടെ എല്ലാ പ്രബോധനങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കും എന്നൊരു ധാരണയൊന്നും എനിക്കില്ല. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നെട്ടോട്ടം ഓടുന്ന മനുഷ്യർ ഇതിനായി സമയം കണ്ടെത്തി പ്രത്യേകമായി ഇത് പഠിച്ച് അങ്ങനെയൊന്നും ആരും ധരിക്കാറില്ല. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തെ പലപ്പോഴും മനസ്സിലാവാതെ വരുന്നൊരു കാര്യം എന്ന നിലയ്ക്ക് തള്ളിക്കളയാനാണ് സാധാരണ വിശ്വാസികൾ ശ്രമിക്കാറ്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ആ ദുർഗ്രഹഭാഗങ്ങളെല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഹൃദയബോധ്യത്തിലേക്ക് വരും. അല്ലെങ്കിൽ അതിൻ്റെ നിഗൂഢതയിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ ബോധ്യപ്പെടാനിടയാവും. അങ്ങനെ ബോധ്യപ്പെട്ടാൽ വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് പിന്നെ സംശയങ്ങൾ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ആര് ചോദിച്ചാലും നമുക്ക് മറുപടി പറയാവുന്ന ഒരു നിലയിലേക്ക് വരും. ഇത് പാണ്ഡിത്യം ഉണ്ടാവാനല്ല, നമുക്ക് കാര്യങ്ങൾ വേണ്ടും വിധം മനസ്സിലാക്കാനും വെളിപാട് ഗ്രന്ഥം നമ്മോട് പറയുന്ന ക്രിസ്തു സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരാനും നമുക്ക് പറ്റും. അങ്ങനെ എത്തുമ്പോഴാണ്
ഈ വായന ഗുണകരമായിട്ട് മാറുക. അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഒരു സംക്ഷിപ്ത രൂപം എന്ന നിലയ്ക്ക് വെളിപാടിനെ ആകെ ഒന്ന് പരിശോധിക്കാം. മഹത്വീകൃതനായ മനുഷ്യപുത്രൻ യോഹന്നാനെ പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്നു. തുടർന്നാണ് ദർശനങ്ങളും ശ്രവണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. റോമൻ പ്രവിശ്യയായ ഏഷ്യയിലെ 7 പ്രമുഖ സഭകൾക്ക് നൽകുന്ന സന്ദേശമാണ് ആദ്യ ഭാഗം. ശാസനകളും താക്കീതുകളും പ്രോത്സാഹനങ്ങളും വാഗ്ദാനങ്ങളുമായി വിശ്വാസികളെ ധൈര്യപ്പെടുത്തുകയും തിരുത്തുകയും ചെയ്യുന്ന ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ദൃശ്യങ്ങൾ ആരംഭിക്കുന്നു. മാലാഖമാരാൽ പരിസേവിതനായി സിംഹാസനത്തിൽ വാഴുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് കുഞ്ഞാട് ഗ്രന്ഥച്ചുരുൾ സ്വീകരിക്കുന്നു. അപ്പോൾ സ്വർഗീയ വൃന്ദം ദൈവത്തെ ആരാധിക്കുന്നു, കുഞ്ഞാടിനെ ആരാധിക്കുന്നു. കുഞ്ഞാട് ഗ്രന്ഥത്തിന്റെ മുദ്രകൾ തുറക്കുമ്പോൾ ഭൂമിയിൽ ഭീകര സംഭവങ്ങൾ അരങ്ങേറുന്നു. 7ാം മുദ്രയും തുറന്നു കഴിയുമ്പോൾ കാഹളമേന്തിയ 7 ദൂതന്മാർ ഭയാനകമായ ശിക്ഷകൾ വിളിച്ചു വരുത്തുന്നു. തുടർന്ന് ശിക്ഷാവിധിയുടെ മുന്നേറ്റത്തെ തടഞ്ഞുകൊണ്ട് മറ്റൊരു സ്വർഗീയ ദൃശ്യം വെളിപ്പെടുന്നു. ശക്തനായ ദൂതന്റെ കയ്യിൽ നിന്ന് ഗ്രന്ഥകാരൻ തുറന്ന ഒരു ചെറിയ ചുരുൾ വാങ്ങി ഭക്ഷിച്ചു കഴിയുമ്പോൾ റോമാ സാമ്രാജ്യത്തിൽ പീഡനമേൽക്കുന്ന സഭയുടെ വിവിധ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. സ്വർഗീയ ആരാധനയോടെ ഈ ദർശന പരമ്പര അവസാനിക്കുമ്പോൾ 7 ദൂതന്മാർ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാത്രങ്ങൾ ചൊരിയുന്നു. തുടർന്ന് ക്രിസ്തുവിശ്വാസികളുടെ രക്തം കുടിച്ചുന്മത്തയായ മഹാവേശ്യയുടെ ചിത്രമാണ്. മഹാബാബിലോണെന്ന് വിളിക്കപ്പെടുന്ന റോമിന്റെ പതനത്തോടെ സ്വർഗത്തിൽ സ്തുതിഗീതങ്ങൾ ഉയരുന്നു. പിന്നെ സാത്താനെതിരായ നിർണായകമായ പോരാട്ടമാണ്. സാത്താനും സാത്താന്റെ അനുയായികളും പിടിക്കപ്പെടുന്നു. 1000 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോചനായ സാത്താൻ അന്തിമ യുദ്ധത്തിൽ നിത്യാഗ്നിയിലേക്ക് എറിയപ്പെടുന്നു. അതോടെ തിന്മ തുടച്ചു മാറ്റപ്പെടുന്നു. സമൂലം വിശുദ്ധീകരിക്കപ്പെട്ട പ്രപഞ്ചം ദേവാലയമായിട്ട് മാറുന്നു. സ്വർഗീയ ജെറുസലേമെന്നും കുഞ്ഞാടിന്റെ മണവാട്ടി എന്നും വിളിക്കപ്പെടുന്ന സഭ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അവിടെ നിത്യജീവനും സ്വർഗഭാഗ്യവും അനുഭവിക്കുന്ന വിശ്വസ്തർ അനവരതം ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്നു. മനോഹരമായ ഈ ഭാവി വാഗ്ദാനം ചെയ്തുകൊണ്ട് കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. തുടർന്ന് സഭയുടെ പ്രാർത്ഥനയാണ്, കർത്താവെ വേഗം വരണമേ. അങ്ങനെ വെളിപാട് പുസ്തകം അവസാനിക്കുന്നു. സംക്ഷിപ്തമായി പറഞ്ഞാൽ ഇത്രയും ഭാഗങ്ങളാണ് വെളിപാട് പുസ്തകത്തിനകത്തുള്ളത്. ഈ ഓരോ ഭാഗങ്ങളിലേക്കും കടക്കണമെങ്കിൽ വെളിപാട് പുസ്തകത്തിന്റെ സമ്പൂർണ്ണ വ്യാഖ്യാനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ ആകും വിധം അതിൻ്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ച ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തെ കേവലം ഒരു പുസ്തകം വായിക്കുന്ന രീതിയിൽ വായിച്ചു തള്ളാവുന്നതല്ലെന്നും സ്വന്തം യുക്തി കൊണ്ട് അതിന് വിശദീകരണങ്ങൾ അന്വേഷിക്കാവുന്നതല്ലെന്നും പറയുന്നത്. വെളിപാട് പുസ്തകം ഉണ്ടാകുന്ന സാഹചര്യം സഭ പീഡനമേൽക്കുന്നൊരു കാലമാണ്. അന്ന് അതിനൊരു പ്രത്യക്ഷാനുഭവമുണ്ട്. അതേസമയം തന്നെ അതിനൊരു പ്രവാചകപരമായ ദൗത്യമുണ്ട്. വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അത് യുഗാന്തത്തോളം എത്തുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്രകാരം നിഗൂഢ രഹസ്യങ്ങളാൽ സമൃദ്ധമായ വെളിപാട് വചനത്തെ ആഴത്തിൽ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസികൾക്കുണ്ടാകേണ്ട ഒരു ഗുണമാണ്. പലപ്പോഴും നമ്മൾ പല കാരണങ്ങളാൽ അവഗണിക്കുന്നു, വായിക്കുമ്പോൾ മനസ്സിലാകുന്നതിൽ ഉടനെ മാറ്റുന്നു, അല്ലെങ്കിൽ അവരവർക്ക് മനസ്സിലായ രീതിയിൽ സ്വീകരിക്കുന്നു. ഈ രണ്ടും പക്വമായ രീതിയല്ല എന്നതുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ചുള്ള സംസാരം തുടരുന്നത്. വെളിപാട് പുസ്തകത്തിന്റെ ആമുഖത്തെ മനസ്സിലാക്കാൻ വേണ്ടി 3 കാര്യങ്ങളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. 1 പ്രാരംഭം, 2 അഭിവാദനം, 3 പ്രവാചക വചനം. ഈ ഗ്രന്ഥത്തിലെ ഓരോ വചനവും പരസ്പര ബന്ധിതമാണ്. അതേസമയം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റു ഭാഗങ്ങളുമായി അവിഭാജ്യമായ ബന്ധം പുലർത്തുന്നവയാണ്. പലപ്പോഴും പല കാര്യങ്ങളും വെളിപാട് പറയുന്നത് പഴയ നിയമകാലത്തുണ്ടായിരുന്ന പ്രവാചക വചസ്സുകളിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ്. അപ്പോൾ ഒരു സമഗ്രമായ ഒരു മനസ്സിലാക്കൽ ഉണ്ടാകണമെങ്കിൽ പ്രവാചക വചസ്സുകളെ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ ഈ 3 ഭാഗങ്ങളിലായി നമുക്ക് വചനത്തെ കാണാം. ആമുഖത്തിലെ പ്രാരംഭ ഭാഗം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിലാണ്. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. 1-ാം വചനത്തിൽ വെളിപാട് എന്ന് പറയുന്ന ഭാഗം ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കണം. മതപീഡനത്തിൽ മനം തകരുകയും ക്രിസ്തുവിന്റെ 2ാം വരവിന് വേണ്ടി കാത്തിരുന്ന് തളരുകയും ചെയ്യുന്നവരുടെ മുൻപിൽ ആശ്വാസവചനമായിട്ടാണ് വെളിപാട് ഗ്രന്ഥം വരുന്നത്.
ഇത് കേവലമായി മാനുഷികമായ ആശ്വാസമല്ല, അത്തരത്തിലുള്ള ലേഖനമല്ല. ദൈവത്തിന്റെ വചനമാണ്. അത് ദൈവികമായ ഇടപെടലിന്റെ ശക്തിയാണ്. ആമുഖം പ്രവാചക ഗ്രന്ഥങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ്. പ്രവാചക ഗ്രന്ഥങ്ങളിലെ വചനങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ആമുഖം. ഏശയ്യാ പ്രവചനത്തിൽ 1-ാം അധ്യായം 1-ാം തിരുവചനവും, ജെറമിയ പുസ്തകത്തിൽ 1-ാം അധ്യായം 2-ാം തിരുവചനവും, ഹോസിയയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 1-ാം തിരുവചനവും നമുക്കിവിടെ പ്രത്യക്ഷപ്പെടുന്നതായി കാണാം. ഏശയ്യാ പ്രവചനം 1-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, ആമോസിന്റെ പുത്രനായ ഏശയ്യായ്ക്ക് യൂദാ രാജാക്കന്മാരായ ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവരുടെ കാലത്ത് യൂദയെയും ജെറുസലേമിനെയും കുറിച്ചുണ്ടായ ദർശനം. പ്രവാചകന്മാർക്കുണ്ടായ ദർശനത്തിന്റെ ഒരനുഭവം വെളിപാട് ഗ്രന്ഥത്തിന്റെയും ആമുഖത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ജെറമിയ പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ യൂദാ രാജാവായ ആമോന്റെ മകൻ ജോസിയയുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ദൈവത്തിന്റെ അരുളപ്പാടാണ് വെളിപാടെന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങൾ, പ്രവാചക വചസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഹോസിയയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ ഉസിയ, യോഥാം, ആഹാസ്, എസക്കിയ എന്നിവർ യൂദായുടെയും യോവാഷിന്റെ മകൻ ജെറോബോവാം ഇസ്രായേലിന്റെയും രാജാക്കന്മാരായിരുന്ന കാലത്ത് ബേരിയുടെ മകൻ ഹോസിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഈ അരുളപ്പാടുകൾ ദൈവം നൽകുന്നവയാണ് എന്നൊരു ബോധ്യം ഈ ആമുഖം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞതെങ്കിൽ ഇവിടെ ദൈവം യേശുക്രിസ്തു വഴി യോഹന്നാന് നൽകുന്ന വെളിപാടാണ്. യേശുക്രിസ്തുവിൽ നിന്നാണ് എല്ലാ വചനവും സ്വീകരിക്കാൻ കഴിയുകയെന്ന് അവിടെ നിന്ന് പിതാവിലേക്ക് പോകുന്നതിന് മുമ്പ്, കടന്നു പോകുന്നതിന് മുമ്പ് ശിഷ്യഗണത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. യേശുക്രിസ്തുവിലാണ് വെളിപാട്. ആ വെളിപാട് യോഹന്നാനിൽ കൈമാറപ്പെടുന്നു. ആ കൈമാറ്റം ചെയ്യപ്പെടുന്ന വെളിപാടാണ് വിശുദ്ധ യോഹന്നാൻ തന്റെ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. വെളിപാട് എന്ന വാക്കിന്റെ മൂലാർത്ഥം ഗ്രീക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോക്കലിപ്സിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഗ്രീക്കിൽ ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ അപ്പോക്കലിപ്സിസ് എന്ന വാക്കിലൂടെയാണ്. 2 കാര്യങ്ങളിലാണ് അപ്പോക്കലിപ്സിസ് എന്ന വാക്കിലൂടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് അതിന്റെ സാഹിത്യരൂപത്തെയാണ്, 2 അതിന്റെ ഉള്ളടക്കത്തെയാണ്. ഉള്ളടക്കം ദൈവം നൽകുന്നൊരു വെളിപാടാണ്. സാഹിത്യരൂപവും ഈ വെളിപാടിന്റെ രൂപമാണ്. വെളിപാടിന്റെ രൂപം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ പറയുന്ന പ്രവചനപരമായ ഒന്നല്ല വെളിപാട്. വെളിപാടുകൾ സിംബലുകൾ ഉപയോഗിക്കുന്നതാണ്, പ്രതീകങ്ങളിലൂടെയാണ് സംസാരിക്കുക. സാധാരണഗതിയിൽ തന്നെ വെളിപാട് വരങ്ങൾ എന്ന് പറയുന്ന വരങ്ങളെക്കുറിച്ച് നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവിടെ 2 തരത്തിലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ വെളിപാട് വരങ്ങൾ. അത് ജ്ഞാനത്തിന്റെയും അറിവിന്റെയും വചനങ്ങളാണ്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും വചനങ്ങൾ എന്ന് പറയുമ്പോൾ അവയിലൂടെ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിലെ സാധിക്കൂ. അത് ദൈവവചനത്തിന് അനുരൂപമായതാണോ എന്ന് പരിശോധിക്കാനും കഴിയണം. അപ്പൊ ദൈവവചനത്തിന് അനുരൂപമായും പരിശുദ്ധാത്മാവിനും നൽകപ്പെടുന്ന പ്രതീകങ്ങളിലൂടെയുള്ള സംസാരമാണ് വെളിപാട്. ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ നാം ഓർക്കേണ്ടത് അവിടെ നിഗൂഢത കാണുന്നത് ഇപ്രകാരം അതിന്റെ പുറകിലുള്ളൊരു കാര്യം പറയാൻ വേണ്ടി ഒരു പ്രതീകത്തെ ഉപയോഗിക്കുന്നുള്ളതാണ്. സാഹിത്യരൂപം എന്ന നിലയിലാവുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവചന സ്വഭാവമുള്ള, പ്രവാചക വചസ്സുകളുമായി ചേർന്ന് പോകാവുന്ന തരത്തിലുള്ള പ്രവചന സ്വഭാവമുള്ള ഒരു സാഹിത്യരൂപം അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ലോകത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അഗ്രാഹ്യമായ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നു എന്നാണ് ഈ ഗ്രന്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പോക്കലിപ്സിസ് എന്ന് പറയുന്നത്, വെളിപ്പെടുത്തുക എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു രഹസ്യാത്മകത ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ദൈവമാണ് വെളിപാട് നൽകുന്നത്. ദൈവത്തിന് മാത്രമേ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയൂ. മനുഷ്യർക്കത് അഗ്രാഹ്യമാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 28-ാം തിരുവചനം അത് സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 28-ാം തിരുവചനം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം സൂചിപ്പിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 28-ാം തിരുവചനം പറയുകയാണ്, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. മിസ്റ്ററികൾ, രഹസ്യം എന്ന് വെച്ചാൽ സ്വകാര്യം എന്നല്ല, മിസ്റ്ററികൾ, നിഗൂഢതകൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവിടുന്ന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നബുക്കദ്നേസർ രാജാവിന് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഈ വചനം പറയുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ ഭാവിയെക്കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ വിചാരിക്കാറുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ താൽക്കാലികതകൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണോ എന്നാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യം ദൈവികമായ രഹസ്യങ്ങളുടെ നിഗൂഢതയാണ് വെളിപ്പെടുത്തുന്നത്, അല്ലാതെ നമ്മുടെ ഭാവി കാര്യമല്ല.
ഭാവി കാര്യം എന്ന പേരിൽ ജ്യോതിഷം പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ ഭാവി കാര്യങ്ങളിലെ നിഗൂഢത വെളിപ്പെടുത്തും എന്ന് പറയുമ്പോൾ, രഹസ്യങ്ങൾ അറിയുന്ന ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ബോധ്യമില്ലായ്മ കൊണ്ടാണ് ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ അച്ഛന്മാരെയും ബ്രദർമാരെയും സിസ്റ്റർമാരെയൊക്കെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മുടെ ഭാവിയെക്കുറിച്ചല്ല പറയുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ ഭാവിയെക്കുറിച്ചാണ്. അതല്ലെങ്കിൽ സ്വർഗീയമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ലോകത്തിന് സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ദൈവം പറയുന്ന കാര്യങ്ങളാണ്. അത് ലോകത്തിന്റെ ഭൗതിക ക്രമങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചല്ല, യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നാം അനുരൂപരായിത്തീരുന്നതിനെ സംബന്ധിച്ച്, രക്ഷാകര രഹസ്യത്തിന്റെ പൂർണ്ണതയിലെത്തുന്നതിനെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങളാണ്. അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ മറ്റു വിശ്വാസധാരകളിൽപ്പെട്ട ആളുകൾ ജ്യോതിഷികളെയൊക്കെ സമീപിക്കുന്നത് പോലെ വരം ഉപയോഗിച്ച് കാര്യങ്ങൾ അറിയാൻ കഴിയുമോ എന്ന നിലയ്ക്ക് ബ്രദർമാരെയും അച്ഛന്മാരെയും സിസ്റ്റർമാരെയൊക്കെ സമീപിക്കാനിടയാവും. ഇത്തരത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വെളിപാട് എന്ന യാഥാർത്ഥ്യത്തെ, അല്ലെങ്കിൽ വെളിപാടിലൂടെ ലഭിക്കേണ്ട ദൈവിക രഹസ്യങ്ങളുടെ പൂർണ്ണതയെക്കുറിച്ചല്ല നമ്മൾ അന്വേഷിക്കുന്നത്, താൽക്കാലികതകളെയാണ്. അപ്രകാരം ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തുന്നത് പൈശാചികമാണ്, ഒട്ടും ദൈവികമല്ല. കാരണം നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നത് വിശ്വാസം ഇല്ലാണ്ടായി പോകുമ്പോഴാണ്. വിശ്വാസം നമ്മെ ഉറപ്പിക്കുന്നത് ക്രിസ്തുവിലുള്ള പ്രത്യാശയിലാണ്. ആ പ്രത്യാശയിൽ ഉറയ്ക്കാതെ പോകുമ്പോഴാണ് നമ്മൾ സ്നേഹവിരുദ്ധരായി, പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാതെ ഭാവിയിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം എന്നറിയാൻ വേണ്ടി നമ്മൾ നെട്ടോട്ടോടും. അപ്പോൾ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകരുത്. അതല്ല വെളിപാട്. വെളിപാടെന്ന് പറയുന്നത് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:7 പറയുന്നതിനെ കുറിച്ചാണ്. ദൈവപിതാവ് നിശ്ചയിച്ചുള്ള സമയമോ കാലമോ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ആ അന്വേഷണങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ആ അന്വേഷണങ്ങൾ ദൈവത്തിൽ വിശ്വാസവും ആശ്രയത്വം ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. പലരും ലോകാവസാനത്തെക്കുറിച്ചൊക്കെ പ്രവചിക്കാനായിട്ട് വെളിപാട് ഗ്രന്ഥത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഡേറ്റും നാളും ഒക്കെ തിരിച്ചു പറയുന്ന ആളുകൾ, ഇന്ന ദിവസം സംഭവിക്കും, ഇന്ന ആണ്ടിൽ ഇത്രാം ദിവസമായിരിക്കും ലോകം അവസാനിക്കുക എന്ന് പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള അബദ്ധ പ്രബോധനങ്ങൾ നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾക്ക് വേണ്ടിയല്ല വെളിപാട് ഗ്രന്ഥത്തെ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. പിതാവ് നിശ്ചയിച്ചുള്ള സമയമോ കാലമോ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. നമ്മൾ വിശ്വസ്തരായി ജീവിക്കുക, ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക, അവനിലായിരിക്കാനായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന യേശുക്രിസ്തുവിലൂടെയാണ്. യേശു പറയുന്നുണ്ടല്ലോ, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, തന്റെ ഏകജാതനായ പുത്രനാണ് അവിടുത്തെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ പിതാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിലൂടെയാണ്. പിതാവിന്റെ സ്നേഹം വെളിപ്പെടുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തികളിലാണ്. ക്രിസ്തുവും പിതാവും ഒന്നാണ്. അങ്ങനെ ഒന്നായിരിക്കുമ്പോൾ 2 ദൗത്യങ്ങളുണ്ട്, ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങൾ വെളിപ്പെടുത്തുകയാണ്. സൃഷ്ടിയും രക്ഷയും പരിത്രാണവുമാകുന്ന ധർമ്മങ്ങളിലൂടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന പ്രക്രിയാപരമായ ദൈവിക ഇടപെടലിനെ കുറിച്ച് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ട് വെളിപ്പെടുത്തുന്നത് എപ്പോഴും യേശുക്രിസ്തു വഴിയാണ്. ഈ വെളിപാട് ആരംഭിക്കുന്നത് തന്റെ ദാസന്മാർക്ക് അത് വെളിപ്പെടുത്തുന്നു. ആരാണ് ദാസന്മാർ? സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും അത് അപ്പോസ്തലന്മാരായിരിക്കാം, അതല്ലെങ്കിൽ ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ കുറിച്ചായിരിക്കാം പറയുന്നതെന്ന് കരുതാൻ സാധ്യതയുണ്ട്. വചനം നമ്മോട് പറയുന്നു, യഥാർത്ഥത്തിൽ ദൈവം അങ്ങനെ വെളിപ്പെടുത്തുന്നത് സകലർക്കും വേണ്ടിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഏതാനും പ്രവാചകന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല തന്റെ ദാസന്മാർക്ക് ഇത് വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. അത് വിശ്വാസികളെ സമ്പൂർണമായി കണ്ടുകൊണ്ടാണ്. എല്ലാ വിശ്വാസികൾക്കും ദൈവത്തിന്റെ ഈ വെളിപ്പെടുത്തലിൽ ഭാഗഭാഗിത്വമുണ്ട്. രക്ഷാചരിത്രത്തിന്റെ പൊതുവായ ഒരു ചരിത്രമല്ല വെളിപാടിലുള്ളത്. അത് ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിവേഗം വന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പരിസമാപ്തിയെക്കുറിച്ചാണ് വെളിപാട് ഗ്രന്ഥം നമ്മോട് പറയുന്നത്. ഈ ഭാവിയിൽ സംഭവിക്കാനിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ അപ്പോക്കലിപ്റ്റിക് ഗ്രന്ഥങ്ങളുടെ എല്ലാം ഒരു പൊതു സ്വഭാവമാണ്. മാനുഷിക സാമ്രാജ്യങ്ങളുടെ തകർച്ചയും ദൈവിക ഭരണത്തിന്റെ അടുത്തുവരവുമാണ് ദാനിയേൽ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ 28-29 തിരുവചനങ്ങൾ പറയുന്നത്. ആസന്നമായിരിക്കുന്നു, ഉടനെ വരുന്നു എന്നൊക്കെ ആദ്യത്തിലും അവസാന ഭാഗത്തും വെളിപാട് ഗ്രന്ഥം പറയുന്നുണ്ട്. അത് കർത്താവിനെ കാത്തിരിക്കാനുള്ള തീഷ്ണതയും പ്രത്യാശയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, കാത്തിരിപ്പിന് ബലം നൽകാൻ വേണ്ടിയാണ്. അതല്ലാതെ ഭീഷണിയായിട്ടല്ല. പലപ്പോഴും ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ വരുന്നത് ഭീഷണിയായിട്ടാണ്. ഈ ദുരന്തങ്ങളൊക്കെ അതിന്റെ അടയാളമാണ്. ഇപ്പൊ തന്നെ അന്ത്യം എടുത്തിട്ടുണ്ട്, ഒരുങ്ങിയിരുന്നുകൊള്ളുക, ഞങ്ങളുടെ കൂടെ ചേരുക, ഞങ്ങളുടെ കൂടെ ചേരുന്നവർ രക്ഷപ്പെടും എന്നൊക്കെ പറയുന്നത് ഭീഷണിയാണ്. വാസ്തവത്തിൽ നമുക്ക് കർത്താവിനെ കാത്തിരിക്കാനുള്ള ബലമുണ്ടാകാൻ, ആ കാത്തിരിപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അവനുടനെ വരും, ആസന്നമായിരിക്കുന്നു, രക്ഷ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യാശ നൽകുന്ന കാര്യമായിട്ടാണ്. അങ്ങനെ ലോകാവസാനം എന്നത് ഒരു സർവനാശകരമായ കാര്യമായിട്ടല്ലാതെ കർത്താവിന്റെ വീണ്ടും വരവായിട്ടും
ദൈവത്തിൽ നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമായിട്ട് കാണണം. അവനെ മുഖാമുഖം കാണാനായിട്ട് നാം വിളിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് വെളിപാട് അവസാനിക്കുന്ന കർത്താവെ വേഗം വരണമേ. കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ ഇതാ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ കർത്താവെ വേഗം വരണമേ. പ്രത്യാശയുടെ കാരണമാണ് രണ്ടാം വരവെന്നും ക്രിസ്തുവിലുള്ള ഒന്നുചേരലെന്നുമാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു തന്റെ ദൂതൻ വഴിയാണ് യോഹന്നാൻ ഇത് കൈമാറുന്നത്. പിന്നീട് ദൂതൻ ഇത് വിശദീകരിച്ചു കൊടുക്കുന്നതായിട്ട് വെളിപാട് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തികൾ 10:36 പറയുന്നത് പോലെ അവിടുന്ന് ഇത് സകലർക്കും വേണ്ടി വെളിപ്പെടുത്തുന്ന യേശുക്രിസ്തു വഴി എന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവിക വെളിപാടാണ്. ദൈവം അത് യോഹന്നാൻ നൽകുന്ന ക്രിസ്തു വഴിയാണ്. ക്രിസ്തുവാണ് ഈ ലോകത്തിന് നൽകപ്പെടുന്ന രക്ഷയെ സംബന്ധിച്ച് ബോധ്യം നൽകുന്നത്. അത് ദൂതൻ വഴി വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ തന്റെ ദാസന്മാർക്ക് നൽകിയെന്ന് പറയുമ്പോൾ അത് കേവലം ചിലർക്ക് മാത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായിട്ടല്ല, സകലർക്കും വേണ്ടിയാണ്. വെളിപാട് ഗ്രന്ഥം നമുക്കുള്ളതല്ല, അതൊക്കെ വേറെ ആളുകൾക്കുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. വെളിപാട് ഗ്രന്ഥത്തിലൂടെ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ളതാണ്. അത് പ്രത്യാശ നൽകുന്ന കാര്യമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. പ്രാരംഭത്തിൽ ഈ കാര്യങ്ങൾ ഗ്രഹിച്ചു പോയാൽ മാത്രമേ വചനത്തെ അതിന്റെ സമ്പൂർണ്ണ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. താൽക്കാലികമായി വരാൻ പോകുന്ന ഭാവിയെ സംബന്ധിച്ചാണ്, ആസന്ന ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അത് ഭയകാരണമായിട്ട് ലോകാവസാനം വരുന്ന നിലയ്ക്കല്ല, നിത്യതയെ സംബന്ധിച്ച ബോധ്യത്തിലേക്കും കർത്താവിന് വീണ്ടും വരവിൽ കാത്തിരിക്കാനുള്ള പ്രത്യാശ നൽകുന്ന നിലയ്ക്കുമാണ് വചനം നമ്മോട് സംസാരിക്കുന്നത്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, വെളിപാട് ഗ്രന്ഥത്തിന്റെ ആമുഖ ഭാഗത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ തുടങ്ങിയത്. അത് പ്രാരംഭം, അഭിവാദനം, പ്രവാചക വചനം എന്ന് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു. അതിൽ പ്രാരംഭത്തിലെ 3 വചനങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. 1-ാം തിരുവചനമാണ് പറഞ്ഞത്. 1-ാം തിരുവചനം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സമയം അധികരിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെയധികം നിഗൂഢതകൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് വെളിപാട്. അതേസമയം തന്നെ അതിന്റെ കാതൽ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വഴിയുള്ള രക്ഷയാണ്, നിത്യതയെ സംബന്ധിച്ച ബോധ്യമാണ്, പ്രത്യാശയോടെ കർത്താവിനെ കാത്തിരിക്കാനുള്ള നമ്മുടെ വിളിയെക്കുറിച്ചാണ് അത് പറയുന്നത്. ആ ദാസന്മാരിൽ നാം ഓരോരുത്തരും പെടുന്നുണ്ട്. നാം ഓരോരുത്തരും ഈ വചനത്തെ ഉൾക്കൊള്ളാനും അറിയാനും ശ്രമിക്കേണ്ടതും അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്ന കാര്യം ഓർക്കണം. വെളിപാട് ഗ്രന്ഥത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. വളരെ സാവധാനത്തിൽ മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതിൽ ക്ഷമയാചിക്കുന്നു. നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുവെങ്കിൽ അത് പറയണം. നിങ്ങൾക്ക് വെളിപാടിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം. ആ സംശയങ്ങൾക്ക് ഉടനടി തന്നെ ഉത്തരം പറയുന്നു പ്രതീക്ഷിക്കരുത്. സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ആ സംശയങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ചു വെക്കുന്നുണ്ട്. അത് പിന്നീട് ആ ഭാഗങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, കഠിനമെന്ന് തോന്നാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ വളരെ ലളിതമായി നമുക്ക് പോകാം. കുറെ കൂടി വിപുലീകരിച്ച് പറയുമ്പോൾ മാത്രമേ വ്യക്തമായ ധാരണയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊരു കുഴപ്പമാണ് ഈ സംഭാഷണത്തിനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് തുടർന്നും സംവാദത്തിലും സ്നേഹത്തിലുമായിരിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.